ഓ റോമിയോ വിശാൽ ഭരദ്വാജ് രചനയും സംവിധാനം നിർവഹിച്ച് ഷാഹിദ് കപൂർ, തൃപ്തി ഡിംറി, നാനാ പടേക്കർ, അവിനാഷ് തിവാരി, തമന്ന തുടങ്ങിയവർ അഭിനയിച്ച ഈ ഹിന്ദി റൊമാന്റിക് ആക്ഷൻ പടത്തെക്കുറിച്ചാണ് ഇന്ന്. ഒരു ഗുണ്ടയും കില്ലറും ഒക്കെയായ ഉസ്താര ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടർ കവർ ആയിട്ട് കില്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറയാം. പുള്ളിക്ക് പ്രതികാരദാഹിയായ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതും അവളുടെ പ്രതികാരം ഏറ്റെടുക്കുന്നതുമാണ് ഓ റോമിയോ എന്ന പടം പറയുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് സീരിയസ് ആയിട്ട് എടുത്താണെങ്കിൽ നല്ല കോമഡി ആയിട്ടുണ്ട്, അല്ല കോമഡി ആയിട്ട് എടുത്താണെങ്കിൽ നല്ല ബോറായിട്ടുണ്ട്. ഇതെന്തോന്ന് സ്പൂഫ് പടവാ. പ്രണയതയാണെങ്കിൽ പ്രണയം സ്ട്രോങ് ആവണം, ആക്ഷൻ പടമാണെങ്കിൽ വില്ലനും ആക്ഷനും ഒക്കെ സ്ട്രോങ് ആവണം. ഇതൊന്നുമില്ല, ഒരു പടം. പണ്ടൊക്കെ ചില സൂപ്പർ സ്റ്റാറുകളെ പേടിച്ചാൽ മതിയായിരുന്നു. അതായത് എത്ര നല്ല ആക്ടർ ആണെങ്കിലും മോശം പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും എന്നുള്ളത്. അപ്പൊ പോലും അന്നൊക്കെ ഡയറക്ടർമാര്, പേരുള്ളവര് അവരുടെ സിനിമകളിൽ അവരുടെ ക്വാളിറ്റി നിലനിർത്താറുണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഡയറക്ടർമാരുടെ പേര് നോക്കി പടം കാണുമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പ്രവണത എന്താണെന്ന് വെച്ചാൽ അതും നോക്കരുത് അല്ലെങ്കിൽ വിശ്വസിക്കരുത് എന്നുള്ളതാണ്. എത്ര ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടർമാരാണെങ്കിലും അവരും ഊളപ്പടങ്ങളുമായിട്ട് വരും എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിശാൽ ഭരദ്വാജിന്റെ ഓ റോമിയോ. പോസിറ്റീവ്സ് പറഞ്ഞാൽ നല്ല കിടിലൻ ക്യാമറയാണ്, കളർ ടോണും കിടുവാണ്, ഫ്രെയിംസ് ഒക്കെ നൈസ് ആണ്, പാട്ടുകളും നല്ല രസമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒരു റെട്രോ AR റഹ്മാൻ സ്റ്റൈലൊക്കെ പിടിച്ചേക്കുന്നതൊക്കെ നൈസ് ആയിരുന്നു. ആദ്യമൊക്കെ 90കളിലെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഹിന്ദി പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയതുകൊണ്ട് കണ്ടിരിക്കാനായിട്ട് വലിയ മുഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ഓക്കേഷ് ആയിട്ടാണ് മുമ്പോട്ട് പോയത്. ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ ഭേദമായിരുന്നു. പിന്നെയുള്ള പോസിറ്റീവ് ഇതിന്റെ ഗംഭീര കാസ്റ്റിംഗ് ആണ്. ചെറിയ റോളിൽ പോലും എല്ലാം പ്രമുഖർ. കഥാപാത്രങ്ങൾ എഴുതി വെച്ചേക്കുന്നതിലെ പ്രശ്നം ഒഴിച്ചാൽ എല്ലാവരുടെയും നല്ല പെർഫോമൻസ്. ഇത്രയൊക്കെയുള്ളൂ പോസിറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ഷാഹിദ് കപൂറിന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. ക്ലീഷേ റോളാണെന്നുള്ളതാണ് കുഴപ്പം. പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് വാക്കാകും, പക്ഷെ ഒരു ചപ്രി റോൾ കാണിക്കുന്നതെല്ലാം മൊത്തം ചപ്രിത്തരം. ശരിക്കും അയാൾ ഒരു മനുഷ്യനൊന്നുമല്ല, ഒരു കാളയാണെന്ന് പറയാം, ഒരു കാളക്കൂറ്റൻ. അങ്ങനെയാണ് ക്ലൈമാക്സ് കണ്ടപ്പോൾ തോന്നിയത്. സോ ഓ റോമിയോ എന്നതിന് പകരം ഓ കാളക്കൂറ്റൻ എന്ന് പേരിട്ടാൽ മതിയായിരുന്നു. ഈ മെൻ ആർ സിമ്പിൾ എന്ന് പറയില്ലേ, ഒരു ഇച്ചിരി പ്രണയം എന്തോ തോന്നിയ ഉടനെ ആ പെണ്ണിന് വേണ്ടി ചാകാൻ തയ്യാറാകുന്നു എന്ന് പറയാറില്ലേ. ഇതിൽ ഇയാൾ 1-2 തവണയൊന്നുമല്ല, പല തവണയാണ് ചാകുന്നത്. എന്നിട്ട് ജീവിക്കും. തൊണ്ടയിലൊക്കെ വെടികൊണ്ടിട്ട് ജീവിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ഉസ്താരയ്ക്ക് പറ്റും. ഇതൊക്കെ കണ്ടപ്പോ തൃപ്തിയോട് തൃപ്തി, നിനക്ക് ഇനിയും തൃപ്തി ആയില്ലേ തൃപ്തി എന്ന് ചോദിക്കാൻ തോന്നി. തൃപ്തിയുടെ ആണെങ്കിൽ ക്ലീഷേ പ്രോ മാക്സ് റോളാണ്, പക്ഷെ ദോഷം പറയരുതല്ലോ. നായകന്റെ ഒപ്പമോ അല്ലെങ്കിൽ മേലെയോ പ്രാധാന്യം പുള്ളിക്കാരിക്ക് പടത്തിലുണ്ട് കേട്ടോ. വിക്രാന്ത് മാസിയൊക്കെ ഈ ചെറിയ പന്ന റോളിൽ എന്തിനാണ് അഭിനയിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ഫേസ് ഉള്ള ഒരു നടൻ മതിയായിരുന്നു. തമന്നയ്ക്ക് ശോകം റോളാണ്. തമന്നയേക്കാൾ പ്രാധാന്യം തമന്നയുടെ തലയ്ക്ക് പടത്തിൽ ഉണ്ട് എന്ന് പറയാം. നാനാ പടേക്കറിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഒരു പാട്ടിലും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സീനിലും ദിഷ പട്ടാണി വന്നിട്ടുണ്ട്, പക്ഷെ മിണ്ടരുത്, ഉരിയാടരുത് എന്നാ പറഞ്ഞേക്കെന്ന് തോന്നുന്നു. വില്ലനൊക്കെ നല്ല വീക്കാണ്. അവിനാഷ് തിവാരിയാണ് മെയിൻ വില്ലൻ. പുള്ളിയുടെ ഇൻട്രോ സീൻ കാണിച്ച സ്ഥലം കണ്ടപ്പോഴേ മനസ്സിലായി ക്ലൈമാക്സ് ഫൈറ്റ് എവിടെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്ന്. ഈ വില്ലൻ ജലീൽ ആനയാണ് തേങ്ങയാണെന്നൊക്കെ തള്ളു മാത്രമേ ഉള്ളൂ, പക്ഷെ പുള്ളി വെറും പാവം, ശുദ്ധനാണ്. ഭാര്യ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരാള്. വേണേ കൂട്ടുകാരനെ കൊന്നോളാനൊക്കെ പറയുന്ന ഒരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. മറ്റൊരു വില്ലൻ ഇൻസ്പെക്ടർ പഠാരയായിട്ട് വന്ന രാഹുൽ ദേശ്പാണ്ഡെ പാട്ട് പാടുന്നത് കൊള്ളാമായിരുന്നു. പിന്നെ ഫരീദ ജലാൽ, അരുണ ഇറാനി തുടങ്ങിയ ലെജൻഡറി നടിമാരെ ചുമ്മാ പടത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാമറ ബെൻ ബെർണാഡ് ആണ്. നല്ല വിഷ്വലുകളാണ്, കളർ ടോണും നൈസ് ആണ്. എഡിറ്റിംഗ് ആരിഫ് ഷെയ്ഖ് ആണ്. ഷൂട്ട് ചെയ്ത ഫുട്ടേജ് ഒന്നും തന്നെ വെറുതെ കളഞ്ഞിട്ടില്ല, എല്ലാം കുത്തിത്തിരി കയറ്റി വെച്ചിട്ടുണ്ട്. വിശാൽ ഭരദ്വാജ് തന്നെയാണ് പടത്തിന്റെ മ്യൂസിക്. പാട്ടുകളൊക്കെ നല്ലതാണെങ്കിലും എല്ലാം അനാവശ്യമാണ്. ഇനി മറ്റ് പ്രധാന നെഗറ്റീവ് പറഞ്ഞാൽ മോശം സ്ക്രിപ്റ്റ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കഥ, നായകനും നായികയും ഉൾപ്പെടെ എല്ലാം ക്ലീഷേ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, വീക്ക് ആയിട്ടുള്ള വില്ലൻ, വീക്ക് ആയിട്ടുള്ള കോൺഫ്ലിക്ട്, ഒപ്പം യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും നമുക്ക് തോന്നാത്ത വിധം നിർഗുണമായിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും. ആര് എത്താലും നമുക്കൊന്നും തോന്നില്ല. ഓ റോമിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതില് പ്രണയം സ്ട്രോങ് ആണെന്നൊക്കെ തോന്നില്ലേ? ചുമ്മാതാ, ഒരു ചുക്കുമില്ല. ഇതില് ഇന്റർവെല് കഴിഞ്ഞ് ഒരു സീനില് ഷാഹിദ് ഇരുന്ന് മോങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പൊ കൂട്ടുകാരന്മാരെല്ലാം കൂടെ വന്ന് കൂടെ ഇരുന്ന് മോങ്ങുന്നു. എന്തൊരു അപരാധം സീനായിരുന്നത്, എന്തിന്റെ ആവശ്യമായിരുന്നത്? അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സീന് പാട്ട് പഠിപ്പിക്കുന്നത്, ഇതൊക്കെ OTT വരുമ്പോൾ ട്രോള് കിട്ടാനുള്ള ഐറ്റം ആണ്. അതുപോലെ ലാസ്റ്റ് വില്ലന്റെ താവളത്തിൽ ഒരുത്തനെ കൊന്നിട്ട് കയറി തൂങ്ങിയിട്ട് ഇങ്ങനെ ഷാർക്ക് വന്ന് നിൽക്കുമ്പോൾ റോമിയോ എന്നൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കേട്ടിട്ട് ചിരിയാവുന്നത്. ഇതിന്റെ മൊത്തം കഥ വേണമെങ്കിൽ ഞാൻ ചുരുക്കത്തിൽ പറയാം, പക്ഷെ സ്പോയിലർ ആകും കേട്ടോ. അതായത് നായകന് വില്ലനെ കൊല്ലാനായിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി 3 ദിവസം പട്ടിണി ഇരുന്ന നായിക. പണി എന്താണെന്ന് അറിഞ്ഞപ്പോൾ നായകൻ ബി ലൈക്ക്, എടി ഏപ്പരാച്ചി നീ എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങുള്ളൂ അല്ലടി. ഇത്രേ ഉള്ളൂ. മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് ക്ലീഷേ ഔട്ട്ഡേറ്റഡ് പടം. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടില്ല. ടൈം വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതായിരിക്കണമെന്നില്ല. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ ഇപ്പോൾ കാണാം. 3 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. വയലൻസ് ഉള്ളതുകൊണ്ട് 18+ ആണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.